റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകും. ഈ മാസം 14-നോ 15-നോ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ 9-ാം തീയതിയും 10-ാം തീയതിയും ബംഗാളിൽ പര്യടനം നടത്തും. PR സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിൽ, ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി തെരഞ്ഞെടുപ്പ്. മാധു, ഏതാണ്ട് ആ രീതിയിൽ തന്നെയായിരിക്കും ഷെഡ്യൂൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുക. നമുക്കറിയാം 2011 ഏപ്രിൽ 6-നായിരുന്നു കേരളത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ഇത്തവണ ഏപ്രിൽ 15-ന് ശേഷമായിരിക്കും കേരളത്തിലെ വോട്ടെടുപ്പ് തീയതി എന്നാണ് ലഭിക്കുന്ന സൂചന എന്ന് പറയുന്നത്. ഏതായാലും 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നിച്ചായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. മാധു പറഞ്ഞതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സന്ദർശനം അവശേഷിക്കുന്നത്. ആ പര്യടനം വരുന്ന 9-ാം തീയതിയും 10-ാം തീയതിയുമായി നടക്കും. അതിനുശേഷം കമ്മീഷൻ അംഗങ്ങളുടെ സമ്പൂർണ്ണ യോഗം ദില്ലിയിൽ ചേരും. 12-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഒരുപക്ഷെ 14-നോ 15-നോ ആയിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ്. ഏതായാലും ഈ തീയതിയുടെ കാര്യത്തിൽ എന്ന് പ്രഖ്യാപിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. 13-നോ 14-നോ 15-നോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പശ്ചിമ ബംഗാളിൽ 6 ഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. അസമിൽ ഒരുപക്ഷെ അത് 2 ഘട്ടമായിരിക്കും. കേരളവും തമിഴ്നാടും ഒരു ഘട്ടത്തിലായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. അത് ഒന്നിച്ചായിരിക്കും. ഏപ്രിൽ 15-ന് ശേഷമായിരിക്കും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വോട്ടെടുപ്പ് നടക്കുക എന്ന സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മെയ് 10-നകം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്.